ഫൈനലി ഒരു മാസം കൊണ്ട് ഡ്രോയിങ് അറിയാത്ത ഞാൻ ഡ്രോയിങ് പഠിച്ച് എന്റെ കോമിക്സിന്റെ ഫസ്റ്റ് ഇഷ്യൂ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ആ ഒരു കോമിക്സിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. മാർവലിനെയും DC-യും ലോഗോയൊക്കെ പോലെ ഒരു വേൾഡ് ബിൽഡ് ചെയ്യണം എന്നുള്ള എന്റെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഡ്രീം ഫൈനലി ലോ റൈ റിലീസ് ചെയ്യാണ്. എന്റെ ഈ ഒരു വേൾഡിനെ കുറിച്ച് ഒരു വൺ ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി കാണാറുണ്ട്. ഫേക്ക് ആയിട്ടുള്ളതും കാണാറുണ്ട്, റിയൽ ആയിട്ടുള്ളതും കാണാറുണ്ട്. എന്നാൽ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാത്ത പല കാര്യങ്ങളും കാണാറുണ്ട്. എന്റെ ഒരു വിഷനിലൂടെ നമ്മുടെ ഭൂമി മൊത്തത്തിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ആ കാഴ്ചകളാണ് എന്റെ ഈ ഒരു ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ലോ റൈ ഫസ്റ്റ് ഇഷ്യൂ ജെല്ലി ലോട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ടൈംലെസ് സിറ്റിയിലാണ്. ഇപ്പൊ നൈറ്റ് ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. ട്രയാങ്കിൾ ഓഫീസിലാണ് നമ്മൾ ടോറസ് വർക്ക് ചെയ്യുന്നത്. എഡിറ്റർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവന് കഴിഞ്ഞ മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. അതിന്റെ ടെൻഷനിലാണ് അവൻ ഇരിക്കുന്നത്. അവൻ നമ്മളെപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ബോയ് ആണ്. അവന് സാലറി കുറവാണെങ്കിലും അതിന്റെ ഇരട്ടി ആയിട്ടുള്ള വർക്ക് ലോഡ് അവനുണ്ട്. അവനിപ്പോ ഒരു ഫിലിം പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫൂട്ടേജ് നോക്കുന്ന സമയത്ത് അതിലെ ചില ക്ലിപ്സുകൾ അതൊരു ഫിലിമിന് വേണ്ടി ഷൂട്ട് ചെയ്തതായിട്ട് അവന് തോന്നുന്നില്ല. എന്തോ റോങ് ആയിട്ട് അവന് സംഭവിക്കുന്നതായിട്ട് മനസ്സിലായി. ഇത്രയും നാളത്തെ ആ ഒരു സ്ട്രഗിളും പ്രഷറും കൊണ്ട് തന്നെ ഒരു കാര്യം തീരുമാനിച്ചു. അവൻ ആരുടെയും അടിമയല്ല. അവൻ അങ്ങനെ ബോസിന്റെ റൂമിലേക്ക് ചെന്നു. എന്റെ കഴിഞ്ഞ മാസം സാലറി പെൻഡിങ് ആണ്, എനിക്ക് ഇതിനൊരു ആൻസർ തരണം എന്ന് പറഞ്ഞു. നമ്മുടെ ബോസാണ് ജോൺ ട്രയാങ്കിൾ. ടോറസ്, നിന്റെ കഴിഞ്ഞ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നോ? എനിക്ക് മനസ്സിലായി, നിനക്ക് എന്തോ റോങ് ആയിട്ട് സംഭവിക്കുന്നതായിട്ട് തോന്നി. എന്നാൽ അത് ശരിയാണ്, അത് ഇല്ലീഗലാണ്. ടോറസിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. ബോസ് എന്ന് വിളിച്ചതാവുകൊണ്ട് തന്നെ ജോൺ എന്ന പേരെടുത്ത് വിളിച്ചു. നിനക്ക് ആൻസർ അല്ലേ വേണ്ടത്? ഞാൻ നിന്റെ അടുത്ത് കമാൻഡ് ചെയ്യും, നീ അത് അനുസരിക്കും. ഇത് കേട്ട ടോറസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പൊ നമ്മൾ ടോറസ് ഉള്ളത് ടൈംലെസ് സിറ്റി സീസൈഡിലാണ്. ഞാൻ വീണ്ടും ഒരു മണ്ടനാണെന്ന് പ്രൂവ് ചെയ്തു. ടോറസിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവന്റെ ഗേൾ ഫ്രണ്ട് ആണ് മേരി. ടോറസ്, നമ്മളൊരു പ്രശ്നത്തിലാണ്. മേരി, എന്താ സംഭവിച്ചത്? സീരിയസ് ആണോ? മേരി കാര്യം പറഞ്ഞു. ലാസ്റ്റ് നൈറ്റ് നമ്മൾ ഇസയുടെ ബർത്ത്ഡേ പാർട്ടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്റെ ബ്രദർ കണ്ടു എന്ന് തോന്നുന്നു. അവന്റെ ചിരി എന്നെ ഭയപ്പെടുത്തുന്നു. ടോറസ്, നീ ഓക്കെ അല്ലേ? ഇത് കേട്ട മേരി വിഷമത്തോടെ പറഞ്ഞു, ഐ നീഡ് യു ടോറസ്, ബി കെയർഫുൾ. ഇത് കേട്ടപ്പോൾ ടോറസിന് ഒരു കാര്യം മനസ്സിലായി. അവൾ നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട്. തൊട്ട് പുറകിൽ നിന്ന് ഒരു പയ്യൻ ടോറസിനെ വിളിക്കുന്നുണ്ട്. ടോറസ് മേരിയുടെ അടുത്ത് പറഞ്ഞു, ഡോണ്ട് വെറി, ഞാൻ അവനെ ഡീൽ ചെയ്തോളാം, നീ സേഫ് ആയിട്ടിരിക്കും, ഞാൻ നിന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞ് ടോറസ് ഫോൺ വെച്ചു. ഒപ്പം ദേഷ്യത്തോടെ ആ പയ്യനെ നോക്കി ടോറസ് ചോദിച്ചു, എന്താ വേണ്ടത്? ആ പയ്യൻ ടോറസിന്റെ മുന്നിലേക്ക് ഒരു സ്വീറ്റ് നീട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, ഈ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ടോറസ് പെട്ടെന്ന് ആ ഒരു ദേഷ്യം പുറത്ത് കാണിക്കാതെ ആ ഒരു സ്വീറ്റ് അവൻ വാങ്ങിച്ചു. ബർത്ത്ഡേ വിഷ് ചെയ്തു. എന്താണ് നിന്റെ പേര്? ഈ ലേറ്റ് നൈറ്റിൽ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പാർട്ടി വല്ലതും ആണോ? ആ പയ്യൻ പറഞ്ഞു, അതെ, എന്റെ പേര് അസ്ലിൻ, എന്റെ ഫ്രണ്ട്സ് തൊട്ടപ്പുറത്തുണ്ട്, ഇത് പെട്ടെന്ന് കഴിച്ചോളൂ, ഇതൊരു തരം ജെല്ലിയാണ് എന്ന് പറഞ്ഞു. ടോർച്ചിന്റെ മനസ്സിലൂടെ പോയത്, ഈ ഒരു മൊമെന്റ് നീ എൻജോയ് ചെയ്യ്, അല്ലെങ്കിൽ എന്നെ പോലെ നീയും റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും പറഞ്ഞ ഒരു പയ്യൻ ദൂരേക്ക് ഓടിപ്പോയി. ടോറസ് ആ ഒരു സ്വീറ്റിലേക്ക് നോക്കിയ സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ട് തോന്നി. ഒപ്പം അതിന്റെ പേര് ജെല്ലി എന്നാണ്. തന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. അത് മേരിയിൽ നിന്നാണ്. ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സമയത്താണ് ടോറസ് തന്റെ ബർത്ത്ഡേ ആണെന്ന് പോലും ഓർക്കുന്നത്. അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് എൻഡോർഗൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ടോറസ് എടുത്ത് കഴിച്ചു. ടോറസ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്തോ ഒരു ഡിഫറെന്റ് ഫീൽ ആണ്. പെട്ടെന്ന് ടോറസിന്റെ തലയ്ക്കകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തോന്നി. ടോറസ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ടോറസിന്റെ രൂപം കണ്ടിട്ട് അവൻ തന്നെ ഭയന്നുപോയി. അവന്റെ രൂപം എന്ന് പറയുന്നത് ഒരു ജെല്ലി ടാങ്കിനകത്ത് മുങ്ങി എണീച്ചത് പോലത്തെ ഒരു രൂപമാണ്. അവനിപ്പോ ഒരു കണ്ണേ ഉള്ളൂ. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി തന്ന പവറാണോ ഇത്? എന്നാൽ ഇതൊരു വിയേർഡ് ആയിട്ടുണ്ട് എന്ന് ടോറസ് പറയാം. ടോറസ് പെട്ടെന്ന് ആ ഒരു പയ്യനെ തിരിഞ്ഞു നോക്കി. ആ ഒരു പയ്യൻ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. ടോറസ് ആ പയ്യനെ നോക്കി പറഞ്ഞു, എന്തിനിത് എന്നോട്? കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ ഉണ്ട്. കാരണം ഞാനൊരു സൂപ്പർ ഹീറോയാണ്. തന്റെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ വേണ്ടി ഇത് തന്നെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനൊരു സൂപ്പർ ഹീറോ ആണെന്ന് ടോറസ് ഇപ്പോൾ സ്വയം വിശ്വസിച്ചിരിക്കുകയാണ്. ആ പയ്യന്റെ കയ്യിൽ ഇരിക്കുന്ന എന്തോ ഒരു കാര്യം ബീപ്പെന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു ചെറിയ പയ്യന്റെ രൂപം വേറൊരു രൂപത്തിലേക്ക് മാറി. മനുഷ്യനുമല്ല മൃഗവും അല്ലാത്ത രീതിയിലുള്ള ഒരു രൂപം. അവരെന്തോ ഒരു കാര്യം വർക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പുറത്തു നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ജെല്ലി സെയിൽ ചെയ്യാൻ റെഡി ആണോ എന്നുള്ളത്. ടോറസിന്റെ കയ്യിലുള്ള ആ ഒരു പവർ ആ ഒരു രൂപത്തിന്റെ മുഖത്തേക്ക് ചെന്ന് പതിച്ചു. ഒരു തരത്തിലുള്ള ഒരു ജെല്ലി ബോൾ ആണ് ടോറസിന്റെ കയ്യിൽ നിന്ന് പോയത്. മുഖത്ത് ചെന്ന് വീണ ആ ഒരു ഭാഗം മൊത്തത്തിൽ ബേണായി പോയി. വെറും സ്കള്ള് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അയാൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംഭവം തെറിച്ച് താഴേക്ക് വീണു. അയാളുടെ കഥ കഴിഞ്ഞു. ടോറസിന് മനസ്സിലായി തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പവർ വെരി പവർഫുൾ, അതുപോലെ തന്നെ ഡേഞ്ചറസും ആണെന്നുള്ളത്. അതെന്താണ് ടോറസിന് മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് എന്തോ ബീപ്പായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് പോലെ സംഭവിച്ചു. ടോറസ് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒന്ന് ലാൻഡ് ചെയ്തു. ഇപ്പൊ ടോറസ് എത്തിയിരിക്കുന്നത് എൻഡോർഗൻസിന്റെ അണ്ടർഗ്രൗണ്ടിലേക്കാണ്. ടോറസ് നോക്കിയപ്പോൾ അവിടെ 2 പേര് ഇരിപ്പുണ്ട്. ജോൺ
ട്രയാങ്കിളും അസ്ലിൻ ജോണിനോട് പറയുന്നുണ്ട് എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത്, എന്തിനാണ് അവർ എന്റെ അമ്മയെ. ഇത് കേട്ട് ജോൺ അസ്ലിനോട് പറയുന്നുണ്ട് അവർ നിന്റെ അമ്മയെ ഒന്നും ചെയ്യില്ല. ഇത് കണ്ട ടോറസ് ജോണിനെ നോക്കി ചോദിച്ചു ഈ ഒരു ടൈംലെസ് സിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ടോറസിനെ കണ്ട് ജോൺ ചോദിച്ചു ടോറസ് ഇത് ശരിക്കും നീയാണോ, നീ നിന്റെ രൂപം തന്നെ നോക്ക്, ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ജോൺ നോക്കിയപ്പോ ടോറസിന്റെ കയ്യിൽ എന്തോ ഒരു ഡിവൈസ് ഇരിക്കുന്നു. ലോറൈ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ടൈം നമുക്ക് വളരെ കുറവാണ്, നമുക്ക് ഇത് ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ടോറസിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു ഡിവൈസ് എന്റെ ഈ ഒരു ഹാൻഡ് ലോക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആ ഒരു ഹാൻഡ് ലോക്ക് അൺലോക്ക് ആയി. എന്നിട്ട് ജോൺ ടോറസിന്റെ കൈ ഇരിക്കുന്ന ആ ഒരു ലോറൈ ഡിവൈസിലേക്ക് കൈവച്ചു. അസ്ലിനോട് പറഞ്ഞു നിന്റെ കൈ ഇതിന് തൊട്ടടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അസ്ലിൻ പറഞ്ഞു മൈ മോം, ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം, എന്നിട്ടൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ടോറസിന്റെ മനസ്സിലുള്ളത് ഇതൊക്കെ എങ്ങനെ ജോണിന് അറിയാം? ഈ ലോറൈ എന്ന് പറഞ്ഞ ഡിവൈസ് അത് ജസ്റ്റ് ഒരു ഡിവൈസ് അല്ല, എന്തൊക്കെയോ വലിയ സ്റ്റോറീസ് ഈ ഒരു ഡിവൈസിന് ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് ടോറസിന് മനസ്സിലായി. ഇപ്പൊ ടൈം 2:11 AM ആണ്. നേരത്തെ ടോറസ് എവിടെ നിന്നാണോ ടെലപ്പോർട്ട് ആയത് അതേ സ്ഥലത്തേക്ക് തന്നെ അവർ 3 പേരും കൂടി തിരിച്ച് ടെലപ്പോർട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ജോൺ ടോറസിനോടുകൂടി പറഞ്ഞു എൻഡോർഗൻസ് വെറും ഒരു സ്വീറ്റ് മാനുഫാക്ചറിംഗ് കമ്പനി അല്ല, അവരൊരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ലോകത്ത് നിന്നെ പോലെയുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കേട്ട അസ്ലിൻ ചോദിച്ചു എന്റെ അമ്മയെ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ലേ? ജോൺ പറഞ്ഞു നിന്റെ അമ്മ ബ്ലൂ ഷാഡോസിലെ ഒരു മെമ്പറാണ്, ഓൾറെഡി അവര് നിന്റെ അമ്മയെ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജോൺ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ടോറസിന് ദേഷ്യം വന്നു. ജോൺ ഞാനിപ്പോ ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല, നിനക്ക് കഴിയില്ലായിരിക്കാം, പക്ഷെ എനിക്ക് കഴിയും. ആദ്യം നമുക്ക് പോവേണ്ടത് ട്രയാങ്കിൾ ഓഫീസിലേക്കാണ്, എന്നിട്ട് അസ്ലിന്റെ മോമിന്റെ അടുത്തേക്ക്. ഞാൻ ആദ്യം നശിപ്പിച്ചത് അസ്ലിന്റെ ക്ലോണിനെയാണ്, ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട്, അത് നിന്റെയാണ് ജോൺ. ഇത് കേട്ടപ്പോ ജോണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ക്ലോണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഓർഗൻസിനെ കുറിച്ചുള്ള എന്റെ ഓഫീസിലുള്ള ചില കാര്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന അസ്ലിൻ പറഞ്ഞു എന്റെ അച്ഛൻ ജയിലിലാണ്, എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തത് എന്റെ അമ്മയാണ്, കാരണം എന്റെ ഓർഗൻസിന്റെ ഒരു പാർട്ണർ കൂടിയായിരുന്നു എന്റെ അച്ഛൻ. ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് എന്റെ അമ്മ അച്ഛനെ അറസ്റ്റ് ചെയ്തത്. ആ ഒരു റീസൺ കൊണ്ടാവാം എന്നെയും അമ്മയെയും എൻഡോർഗൻസ് കിഡ്നാപ്പ് ചെയ്തത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ജോൺ ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, പക്ഷേ അവരെന്തായാലും ലോറൈ തേടി നമ്മളെ പുറകെ വരും. അങ്ങനെ അവർ 3 പേരും കൂടി ട്രയാങ്കിൾ ഓഫീസ് ബിൽഡിംഗിന്റെ അടുത്തെത്തി. ഏകദേശം ടൈം 2:39 AM ആണ്. ജോണും അസ്ലിനും കാറിലിരിക്കുന്നുണ്ട്. ടോറസ് നടന്ന് ട്രയാങ്കിൾ ഓഫീസിനകത്തേക്ക് പോകുന്നുണ്ട്. അസ്ലിൻ ജോണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അയാളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ? ഉറപ്പില്ല, അവൻ 4 മാസം മുമ്പാണ് ട്രയാങ്കിളിൽ ജോയിൻ ചെയ്തത്, പക്ഷെ ഇങ്ങനെ ഒരു ധൈര്യമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ എപ്പോഴും സൈലന്റ് ആയിരുന്നു. ടോറസ് നേരെ ബോസിന്റെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു ബോസ് ഞാൻ പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, എൻഡോർഗൻസ്. അവർ ക്ലോണുകളെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ക്ലോൺസ്. പെട്ടെന്ന് ജോണിന്റെ ആ ഒരു ക്ലോൺ രൂപം ക്ലോൺ റെഡ് ആക്ടിവേറ്റഡ് എന്ന് പറയുന്ന ഒരു കോഡ് പറഞ്ഞു. നിമിഷങ്ങൾക്കകം ഒരു വികൃതമായ ഒരു അനിമലിനെ പോലത്തെ രൂപമായി മാറി. ടോറസിന് തന്റെ ആ ഒരു ജെല്ലി രൂപത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയുന്നില്ല. ടോറസിനെ ആ ഒരു അനിമൽ അറ്റാക്ക് ചെയ്ത് തെറിപ്പിച്ചു. ടോറസ് മറിഞ്ഞ് വീഴുന്ന കൂട്ടത്തിൽ ആ ഒരു അനിമലിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പെൻഡ്രൈവും അവിടേക്ക് തെറിച്ചു വീണു. ഈ ഒരു പെൻഡ്രൈവിന്റെ കാര്യമായിരിക്കാം ജോൺ അവരെന്തോ എറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതെന്ന് ടോറസിന് മനസ്സിലായി. തന്റെ ഉള്ളിലുള്ള ഒരു ജെല്ലി ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ടോറസിന്റെ മനസ്സിൽ പല പല ചോദ്യങ്ങളാണ്. ഇതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എനിക്ക് എന്റെ പീപ്പിൾസിനെ സേവ് ചെയ്യണം, എനിക്ക് പൈസയാണ് വേണ്ടത്, ഞാൻ ഈ ഒരു പവർ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? ടോറസിന്റെ മുന്നിലേക്ക് ദേഷ്യത്തോടെ ആ ഒരു ക്ലോൺ റെഡ് ചാടി വന്നു. ടോറസ് ആ ഒരു ജെല്ലി രൂപത്തിലേക്ക് മാറി വന്നു. ആ ഒരു ക്ലോൺ റെഡിന്റെ മുഖത്തേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ പവർ ഉപയോഗിച്ചു. ആ ഒരു ജെല്ലി ചെന്ന് വീണപ്പോൾ തന്നെ ആ ഒരു അനിമലും മൊത്തത്തിൽ ബേൺ ആയി പോയി. ഒപ്പം സിഗ്നൽ ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡും കേട്ടു. ടോറസ് ആ ഒരു പെൻഡ്രൈവ് എടുത്തു. ജോൺ എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബോസ് എന്ന് പറഞ്ഞിട്ട് ടോറസിന്റെ പെൻഡിങ് ആയിട്ടുള്ള സാലറി ടേബിൾ തുറന്ന് അതിൽ നിന്ന് എടുത്തു. എല്ലാം കഴിഞ്ഞ് ടോറസ് നേരെ കാറിലേക്ക് വന്ന് കയറി. ജോൺ ടോറസ് നോക്കി പറഞ്ഞു ഞാൻ ഇതിന് റെഡിയല്ല, ഞാൻ എൻഡോർഗൻസിലെ ഫൗണ്ടർ ആയിട്ടുള്ള ബാരിയുമായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്, നിങ്ങൾ എന്റെ കാർ എടുത്തോളൂ, നിങ്ങൾ രണ്ടുപേരും കൂടി പോകും. ടോറസ് ആകെ ഷോക്കായി. ബാരി നേരത്തെ മാരി പറഞ്ഞ തന്റെ ബ്രദർ ആണ്. ഇത് കേട്ടപ്പോൾ ടോറസ് ആകെ ബ്ലാങ്ക് ആയി. ജോൺ നിനക്ക് ആ ഒരു പെൻ ഡ്രൈവ് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാം, ആ ഒരു പെൻ ഡ്രൈവ് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അങ്ങനെ അവർ 3 പേരും കൂടി അസ്ലിന്റെ മദറിനെ നോക്കാൻ വേണ്ടിയിട്ട് എൻഡോർഗൻസ് ടവറിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു കറുത്ത പൂച്ച വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടി വീണു. അവർ നോക്കിയപ്പോൾ ഒരു പയ്യൻ വന്ന ഒരു പൂച്ചയെ എടുത്തിട്ട് അവൻ പറഞ്ഞു സോറി, ഈ പൂച്ച കുറച്ച് കുസൃതിയാണ്. അസ്ലിൻ ഇതിനകത്തുണ്ടോ? അസ്ലിന്റെ അമ്മ സേഫ് ആണ്, അവർ ഇപ്പോ ബ്ലൂ ഷാഡോ ഓഫീസിലുണ്ട്, അവർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഇപ്പോ കൺഫ്യൂസ്ഡ് ആണെന്ന്. എന്റെ പേര് ലോഡ്ലർ, ഇസയുടെ ഫ്രണ്ടാണ്. അസ്ലിൻ ചോദിച്ചു ഇതെങ്ങനെ നിങ്ങൾക്കറിയാം? ആരാണ് അമ്മയെ രക്ഷിച്ചത്? ബ്ലൂ ഷാഡോസ് ആണോ? ഇത് കേട്ട ഒരു പയ്യൻ പറഞ്ഞു എനിക്കറിയില്ല മൈ ഫ്രണ്ട്, എന്തായാലും നമ്മൾ ഒന്നും കൂടി കാണും. ഇപ്പൊ ഏകദേശം ടൈം 3:29 AM ആണ്. ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകണം. ഏകദേശം ഒരു 2:51 AM ആയ സമയത്ത് എൻഡോർഗൻസ് ടവറിൽ എന്തോ തെറ്റായി സംഭവിച്ചു. ക്ലോൺ റെഡ്സ് എല്ലാം
ഫെയിൽ ആയിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു മാർക്കോ? ഞാൻ വിചാരിക്കുന്നത് ആരോ അത് ഡിസ്ട്രോയ് ചെയ്തതാണ്. ആ ഒരു പെണ്ണ് പറഞ്ഞു, നോർമൽ ഹ്യൂമൻസിനെ കൊണ്ട് ക്ലോൺ റെഡ്സിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അവർക്ക് ക്ലോണിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ലല്ലോ. മാർക്കോ പറഞ്ഞു, പക്ഷേ സൂപ്പർ ഹ്യൂമൻസിനെ കൊണ്ട് കഴിയുമല്ലോ. നമ്മൾ ചെയ്ത ഒരു ജെല്ലി എക്സ്പെരിമെന്റ് തന്നെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. ഇത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഐഷയുടെ എക്സ്പെരിമെന്റ് ഇപ്പൊ തന്നെ നിർത്തണം. ആദ്യം നമുക്ക് ബാരിയർ എടുത്ത് സംസാരിക്കാം, എന്നിട്ട് അണ്ടർഗ്രൗണ്ടിൽ ചെന്ന് ജോണിനെയും ഐഷയുടെ മകനെയും ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മുടെ അസ്ലിന്റെ മദർ ഗോഡൌണിലാണ്. അവളുടെ പേര് ഐഷ. ഐഷയുടെ ക്ലോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള DNA ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഐഷ കണ്ണു തുറന്നു. എന്റെ മകൻ എവിടെയാണ്? ഞാനിപ്പോ എവിടെയാണ്? നിങ്ങൾ എന്താ എന്നെ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ ഐഷ അവിടുന്ന് ചാടി എണീച്ച്, നീ എന്റെ മകനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അയാളുടെ പല്ല് ചവിട്ടി പൊട്ടിച്ചു. ആ ഒരു ഗോഡൌണിൽ നിന്ന് നേരെ ഇറങ്ങി പുറത്തേക്ക് ഓടി. ഐഷ അങ്ങനെ ഓടി റൂഫ് ടോപ്പിൽ എത്തിയപ്പോ അവിടെ ആരോ കിടക്കുന്നുണ്ട്. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു പൂച്ചയും ഇരിപ്പുണ്ട്. താഴെയായിട്ട് കുറച്ച് ഏലിയനോട്സും ഡെഡായി കിടപ്പുണ്ട്. ക്ലോൺ റെഡിന് വേണ്ടി കൊണ്ടുവരുന്ന DNAs ചിലത് ഫെയിൽഡ് ആവും. അത്തരത്തിൽ ഫെയിൽഡ് ആവുന്ന ചില DNAs വെച്ച് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ചില ഹ്യൂമൻസിനെയാണ് ഏലിയനോട്സ് എന്ന് പറയുന്നത്. ഐഷക്ക് ഇത് ആരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇയാൾ എൻഡോർഗൻസിൽ പെട്ട ആളല്ല എന്ന് മനസ്സിലായി. കാരണം ഏലിയനോട്സ് അവിടെ ഡെഡായി കിടപ്പുണ്ട്. ഐഷയെ തിരിഞ്ഞു നോക്കാതെ തന്നെ ആ കിടക്കുന്നയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളുടെ സൺ അസ്ലിൻ അവൻ സേഫ് ആണ്. നിങ്ങൾ ടൈംലെസ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീക്രട്ട് സ്ക്വാഡായ ദ ബ്ലൂ ഷാഡോസിലുള്ളയല്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഐഷക്ക് അയാൾക്ക് ഒരു ട്രസ്റ്റ് തോന്നി. ഐഷ അയാൾക്ക് ചോദിച്ചു, എന്റെ മകൻ എവിടെയാണ്? എന്നെ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അനുവാദം തരുവാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് പറക്കാം. യു ക്യാൻ കോൾ മീ ലോഡ് മാൻ.